എടാ ആ പത്രോസ് അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടാവോ? ഏതായാലും അച്ഛൻ്റെയും കപ്പയാരുടെയും മുന്നിൽ ചെന്ന് വിടാതെ നോക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ കോഹിനൂർ. ഇത് കോഹിനൂർ അല്ലടാ. ഇതല്ലേ? അതല്ല, ഇതാണ് ദൈവം നമുക്ക് വേണ്ടി പണിതീർത്ത പരദീസ. ഇതൊന്നൊത്ത പാരഗണിൽ ഒരു 10 ദിവസം തിന്നും കുടിച്ചും കൂടണം, പിന്നെ ചത്താലും പ്രശ്നമില്ല. നീ എന്തിനാടാ വെല്ലോറിന്റെ ഹോട്ടലിൽ പോയി കഴിക്കുന്നത്? നമുക്ക് ആ പാരഗൺ തന്നെ വാങ്ങിയേക്കാം. അങ്ങനെയാണെ ഞാൻ അതിന് ലൂയിസ് ആൻഡ് ആൻഡി പേര്. ആ, അത് കൊള്ളാം. കണ്ടാ പറയൂ ഇതിൻ്റെ അകത്ത് ഇത്ര വലിയ തോന്നിവാസങ്ങളാണ് നടക്കുന്നതെന്ന്. എടാ, വലിയ രഹസ്യങ്ങൾ പറയാനും വലിയ വലിയ തോന്നിയാസങ്ങൾ കാണിക്കാനും ഏറ്റവും പറ്റിയ സ്ഥലം എന്നറിയോ? ആൾക്കൂട്ടം. സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് സുപ്രസിദ്ധ സിനിമാ താരം ഉണ്ണിമേരി. ഉണ്ണിമേരി ശരിക്കും വരുമോ? ചേട്ടാ, ടൗണിലേക്ക് വിടുന്ന ബസ്സുണ്ടോ? ഈ സമയത്ത് ഇച്ചിരി പ്രയാസമാണ്. ആ ജംഗ്ഷനിൽ നിന്നോ ചിലപ്പോ ജീപ്പ് ഉണ്ടാവും. ഓഹോ, ജയിലിൽ കിടന്നിട്ട് നിന്റെ വായ്നോട്ടത്തിന് കുറവൊന്നുമില്ലല്ലേ? അതിന് വായി നോക്കിയാലല്ലോ എന്നെ ജയിലിൽ കൊണ്ടിട്ടത്. പൊന്നു മോനെ, നീ കുളവാക്കല്ലേ. നിന്നെ ഇവിടെ നിർത്തിയിട്ട് പോണത് ഈ പണിക്കല്ല. മര്യാദയ്ക്ക് ഇന്ന് ആ കടയും ചുറ്റുപാടുകളും കണ്ടുപിടിച്ചോണം. നീ പോയിട്ട് എപ്പോ വരും? നോക്കട്ടെ, ഇവിടെ വെച്ചാ ഫ്രെഡി എങ്ങാനും കണ്ട ഇടങ്ങേറോ? ഞാൻ പറഞ്ഞ സാധനം നീ നാളെ തന്നെ ഇവിടെ എത്തിക്കണം. ഈടാ, അത് വേണോ? ഈ ജാടേൻ്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ? എടാ, ഒരു ജോലി ഇല്ലാതെ ഈ നാട്ടിൽ കിടന്ന് കറങ്ങി ആൾക്കാർക്ക് ഡൗട്ട് അടിക്കൂലേ? അതിന് ഇത് തന്നെ വെക്കണോ? വല്ല പാറ്റ ഗുളിക എലിവിഷോ മറ്റോ പോരെ? അതൊക്കെ ആയിട്ട് കോഹിനൂരിനകത്തേക്ക് പോകാൻ പറ്റുമോ? ഇജാതി ഒരു സാധനം ആകുമ്പോ ഇവിടെ നാട്ടിലാർക്കും അറിയാൻ വഴിയില്ല, പിന്നെ പറയാനും ഒരു ഗമയൊക്കെ ഉണ്ട്. നീ സാധനം നാളെ തന്നെ എത്തിക്കും. റെഡിയാക്കാം. ഞാൻ പോവാ. ശരി കേട്ടോ. പരിശുദ്ധ മാതാവ്, ചോദിക്കണ ശരിയല്ലെന്നറിയാം, എന്നാലും എല്ലാം ഭംഗിയാക്കി തരണേ. നിന്നാണ് ഇതോടുകൂടി ഈ ലൂയി നിന്റെ വഴിക്ക് വരും. ഒരു നല്ല പെണ്ണും കെട്ടി പണിയെടുത്ത് അന്തസ്സായിട്ട് ജീവിച്ചോളൂ.
വേണ്ട 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 വേഗം വേണ്ടേ പിടിച്ചോ പിടിച്ചോ അവിടെ ടയറിന്റെ കൊടുക്കണ്ടേ കയറിയേക്ക് കയറി ഇടിയുള്ള പള്ളി വെച്ച് മേരെ കണ്ടിരുന്നു. ഞാൻ അവളെ കണ്ടിട്ട് കുറേ ഒരു കത്ത് പോലും എനിക്ക് അയച്ചില്ല. എന്തൊക്കെയുണ്ട് അവളുടെ വിശേഷം? ഇടിയുടെ കല്യാണമൊക്കെ ആയെന്നാ പറയുന്നത്. അതെയോ? ചെറുക്കൻ ഗൾഫീന്നാ. കോൾ അടിച്ചില്ല. ഫോട്ടോ ഒന്നും കാണിച്ചില്ല. പക്ഷെ വേഗം വേഗം വാ വേണ്ട 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 മോളെ പിടിച്ചേ 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 വേഗട്ടെ അവിടെ കയറ് പോലെ 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 ആളോടല്ലേ പിടിച്ചേ പറയാ ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വരാം. എനിക്ക് വാരിക്കും തരണേ. നീ ഇത് വായിച്ചില്ലേ അപ്പാ? സാർ എന്താ വേണ്ടേ? എനിക്കൊരു അണ്ടർഗാർമെന്റ്സ് ആണോ? അയ്യേ അല്ലല്ല ഹാൻഡ് കർച്ചീഫ്. ആ വരൂ സാർ. ഇന്നലെ പള്ളിയിൽ വെച്ച് ഇത് മതി. അയ്യോ സാർ, ഇത് ലേഡീസിൻ്റെയാ. കുഴപ്പമില്ല, ഞാൻ ഉപയോഗിക്കാറുണ്ട്. സാർ ഒരു മിനിറ്റ്, അത് ബില്ലിൻ്റെ കൂടെ കൗണ്ടറിൽ എത്തിക്കാം. മതി, താങ്ക് യു. എടാ ഫ്രെഡി, നിക്കോ മിണ്ടാണ്ടിരി. നീ ഇത് എന്ത് കണ്ടിട്ടാണ് ഈ മണ്ടനെ പോലെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? നിനക്കൊരു മനസ്സിലാവണ്ട. പിന്നെ എല്ലാവരും മനസ്സിലാക്കിയിട്ടല്ല കാണുന്നത്. ഇതങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എടാ ബോംബെക്കാരനെ വിശ്വസിക്കാവാ? ആ അത് കുഴപ്പമൊന്നുമില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവനെ പറ്റി നമുക്കൊരു കപ്പലൻ പിണ്ടാക്കം അറിയൂല. എന്ന് വെച്ചാൽ പ്ലാൻ അവൻ്റെയാണ്, പണി എടുക്കണം നമ്മളും. അതുകൊണ്ടെന്താണ്? അതുകൊണ്ട് എന്താണെന്നാ എല്ലാം കഴിഞ്ഞിട്ട് അവൻ മുങ്ങിയാല കുടുങ്ങണത് നമ്മൾ മാത്രമായിരിക്കും. നിങ്ങൾ ഇവിടുത്തെ മനുഷ്യനെ പേടിപ്പിക്കില്ലേട്ടാ. ഇതൊന്നും മനസ്സമാധാനത്തോടു കൂടി കണ്ടോട്ടെ. അവൻ്റെ ഒരു സിനിമ. എടാ ഈ മീശ പോലും മുളയ്ക്കാതെ പീക്കിരി ചെക്കനൊക്കെ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനാണ്? ആക്ടിങ് ഒക്കെ കൊള്ളാം, പക്ഷെ ഇവനൊന്നും സിനിമയിൽ ക്ലച്ച് പിടിക്കൂലടാ. നീ ഒന്ന് വന്നേ, കുറെ ദൂരം വണ്ടി ഓടിച്ചു പോകാനുള്ളതാണ്. ഈ പെണ്ണുകൊള്ളാലോടോ. ഒന്നും മനസ്സിലാവില്ല, പെണ്ണോട്ടൊന്നും കാണിക്കത്തൂല. എന്താണ് നിക്കോ നിക്ക്.